ഇറാൻ്റെ പ്രസിഡന്റ് സെയ്ദ് ഇബ്രാഹിം റൈസി അദ്ദേഹം കൊല്ലപ്പെട്ടു. അത് ഒഫീഷ്യലായിട്ട് ഇറാനിയൻ ഔദ്യോഗിക മീഡിയയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഞായറാഴ്ച അദ്ദേഹം അമീർ ഹൊസൈൻ അബ്ദുല്ല, അവിടുത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ്, അദ്ദേഹത്തെ ഉൾപ്പെടെ ഏകദേശം 4 സീനിയർ ഓഫീഷ്യൽസ് അസർബൈജാനിലെ ഡാമുമായിട്ട് ജോയിൻ്റായിട്ട് അസർബൈജാനും ഇറാനും കൂടെ ചെയ്യുന്ന ഡാം, അപ്പം അതിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് എയർക്രാഫ്റ്റിൽ, അതായത് ചോപ്പറിൽ പോകുന്ന സമയത്താണ് ക്രാഷ് ആയത് എന്നതാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. 3ഓളം ചോപ്പേഴ്സ്, ഹെലികോപ്റ്റേഴ്സ് ഒരേപോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഇയാൾക്ക് വന്ന സെക്യൂരിറ്റി ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഹെലികോപ്റ്റർ മാത്രമാണ് ഇറാനിയൻ പ്രസിഡന്റ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അത് പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ പറയുന്ന 2 ഹെലികോപ്റ്ററും അവിടെ പോയി ലാൻഡ് ചെയ്തു. അതേസമയം ഇറാനിയൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്ററാണ് ക്രാഷായത്. ഇപ്പോൾ ഇറാനിയൻ വാർത്താ ഏജൻസിയൊക്കെ പറയുന്നത് വളരെ മോശമായ വെതറായിരുന്നു, അതിൻ്റെ കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം മറ്റുള്ള 2 ഹെലികോപ്റ്റർ എന്തുകൊണ്ട് ലാൻഡ് ചെയ്തു എന്നതിനെ പറ്റിയൊന്നും അവരതിനെപ്പറ്റി പറയുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ ആരായിരുന്നു ഈ പറയുന്ന ഇബ്രാഹിം റൈസി? ഇദ്ദേഹം ഏറ്റവും ക്രൂരനായ ഒരു ഭരണാധികാരിയും ഏറ്റവും കഴിവുകെട്ട ഒരു ഇറാനിയൻ അൺപോപ്പുലർ ഭരണാധികാരി കൂടിയായിരുന്നു ഇബ്രാഹിം റൈസി. ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് അവിടുത്തെ സീനിയറായിട്ടുള്ള ജഡ്ജായിട്ടാണ് ഇദ്ദേഹം വിരമിക്കുന്നത്. അത് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ ഏകദേശം 5000-ൽ പരം പൊളിറ്റിക്കൽ ഡിസിഡൻറ്റ്, അതായത് രാഷ്ട്രീയത്തെ എതിർക്കുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്തു കൊന്നതിൻ്റെ മുഖ്യ ആൾ ഇദ്ദേഹമാണ്. കാരണം ഇയാൾ ജഡ്ജാണ്. അതായത് അവിടെ ഒപ്പോസിഷൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ലാതാക്കി മാറ്റിയ അവിടുത്തെ ഒരു ഭരണാധികാരി. അതേപോലെ തന്നെ 2021 ഏറ്റവും കുറഞ്ഞ ഇറാനിലെ ഇലക്ഷൻ വോട്ടേഴ്സ് ടേൺ ഔട്ടായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലുത്. അത് മുഴുവൻ റിഗ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പോസിഷൻ ഉൾപ്പെടെ പ്രതിപക്ഷം എല്ലാവരെയും മാറ്റി നിർത്തിയിട്ടാണ് ഇയാൾ ആ പ്രാവശ്യം ഇറാൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇദ്ദേഹം വരുന്ന സമയത്താണ് മാസാ അമീനി, കർഡിഷ് ഗേൾ, അതായത് ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെയും ഈ ആൾക്കാരെ പിടിച്ചു കൊല്ലുകയും പ്രോസിക്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്നു ഹാർഡ് കോർ ഇസ്ലാമിസ്റ്റ് ആയിരുന്ന ഈ ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന ഭരണാധികാരി. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം, യഥാർത്ഥ വിഷയത്തിലേക്ക് പോകാം. ഒക്ടോബർ 7, അതായത് ഹമാസ് ഇസ്രായേലിലോട്ട് കയറുന്നു, ഇൻവേഷൻ ചെയ്യുന്നു, അവർ മതിലെല്ലാം ഇടിക്കുന്നു. ഏകദേശം 1200 പേരെയാണ് കൊല്ലുന്നത്. തുടർന്ന് നിങ്ങൾക്കറിയാം, ഹൂത്തികൾ ഒരു ഭാഗത്തു നിന്ന് ഫയർ ചെയ്യുന്നു, ഹിസ്ബുള്ള മറ്റൊരു ഭാഗത്തു നിന്ന് ഫയർ ചെയ്യുന്നു, വെസ്റ്റ് ബാങ്ക് ആ സൈഡിലേക്ക്. മറ്റുള്ള പ്രോക്സീസ് അവരും, ഹമാസ് ഒരു ഭാഗത്ത്, ഹിസ്ബുള്ള ഒരു ഭാഗത്ത്, ഹൂത്തികൾ ഒരു ഭാഗത്ത്, പിന്നെ ഇറാഖുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, ലെബനനുമായിട്ട് കിടക്കുന്ന മറ്റുള്ള പല പ്രോക്സീസും ഇസ്രായേലിലോട്ട് ഫയർ ചെയ്യുന്നു, അറ്റാക്ക് നടത്തുന്നു. ഇസ്രായേലി സേന ശക്തമായിട്ട് ഇടപെടുന്നു, ഇവരെ എല്ലാം ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒക്ടോബർ 7 ഇസ്രായേലിൻ്റെ ഡിഫൻസിൻ്റെ മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഇത് ഒരു കാരണവശാലും ഞങ്ങൾ മറക്കില്ല. അതായത് ഒക്ടോബർ 7 ഇറാന് വലിയ വില കൊടുക്കേണ്ടി വരും. അന്ന് കേരളത്തിലെ ചില ഡിജിറ്റൽ മീഡിയ ഒക്കെ പറഞ്ഞു, സാറ്റലൈറ്റ് മീഡിയ ഒക്കെ, മൊസാദ് എന്തുവാ, അതെന്തുവാ, ഇതെന്തുവാന്ന്. പിന്നീട് നിങ്ങൾ കണ്ടു കാണും, ഇറാൻ്റെ എത്രയോളം ജനറൽമാരെയാണ് ഡമാസ്കസിലും സിറിയയിലും ലെബനനിലും വളരെ കൃത്യമായ അസോൾട്ടിൽ കൂടെ ഇസ്രായേലി സേന ഇവരെ കൊല്ലുന്നത്. ഏകദേശം 18ഓളം സീനിയറായിട്ടുള്ള ജനറൽമാരെ ഉൾപ്പെടെയാണ് ഇസ്രായേലി സേന കൊല്ലുന്നത്. അതിൻ്റെ പ്രത്യാക്രമണമായിരുന്നു. അവർ ഏകദേശം 300ഓളം ഡ്രോൺസും
മിസൈൽസും എല്ലാം വെച്ച് ഇസ്രായേലിലോട്ട് കയറ്റുന്നു. അത് ഇസ്രായേൽ വളരെ പക്വമായ രീതിയിൽ കൃത്യമായിട്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. അന്നും അതവർ റിപ്പീറ്റ് ചെയ്ത് ഇസ്രായേൽ. ഇതിന് ഇസ്രായേൽ വില കൊടുക്കേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി വരും. ഇനി നമ്മൾ അടുത്ത ഒരു ചെറിയ പുറകിലോട്ട് പോകാം. ഇപ്പം ഇറാൻ്റെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ ഏകദേശം 28ഓളം പേരാണ് കൊല്ലപ്പെടുന്നത്, സീനിയറും അതിൻ്റെ മേധാവികളും ഉൾപ്പെടെ. ഇതിൽ പലരെയും ഇറാനിൽ വെച്ച് തന്നെയാണ് കൊന്നിരിക്കുന്നത്. ഈ കൊല്ലുന്ന സമയത്ത് ഈ പല ആൾക്കാരും എങ്ങനെ കൊല്ലപ്പെട്ടു, അതായത് ക്യാബിനറ്റ് റാങ്ക് മന്ത്രി പദവുള്ള ഇറാൻ്റെ ഈ സയൻറ്റിസ്റ്റുകൾ പലർക്കും കൊടുത്തിട്ടുണ്ട്. കാരണം സെക്യൂരിറ്റി ആസ്പെക്ട്സിൻ്റെ ഭാഗമായിട്ട് ഇവരെങ്ങനെ കൊല്ലപ്പെട്ടു ഇന്നും ഇറാന് അതിനെപ്പറ്റി യാതൊരു പിടിയുമില്ല. ഇത് യാഥാർത്ഥ്യമാണ്. ഇറാൻ മീഡിയ പറയുന്നില്ല, ഇറാൻ പട്ടാളത്തിന് മേധാവികൾ പറയുന്നില്ല, ഈ ഖൊമൈനിമാർ പറയും, ഇവരാരും തന്നെ ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇവരെങ്ങനെ കൊല്ലപ്പെട്ടു. അപ്പം അതേപോലെ മനസ്സിലാക്കേണ്ട സംഭവമാണ്, ഈ അയത്തുള്ള അലി ഖൊമൈനി കഴിഞ്ഞിട്ട് അടുത്ത ഖൊമൈനിയാകാൻ പോകുന്നയാളാണ് ഇബ്രാഹിം റൈസി. അതായത് പ്രധാനപ്പെട്ട കണ്ടൻഡറാണ്. 63 വയസ്സ് മാത്രമേ ഉള്ളൂ അയാൾക്ക്. പിന്നെ മറ്റൊരു പ്രധാന കണ്ടൻഡർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അലി ഖൊമൈനി, അയത്തുള്ള അലി ഖൊമൈനിയുടെ മകൻ, 2 പേരേ ഉള്ളൂ. അപ്പം ഈ കണ്ടൻഡറാകാൻ പോകുന്ന ഇബ്രാഹിം റൈസിയെ ആരങ്ങ് കൊന്നത്? ഇതാണ് ഇപ്പോഴത്തെ ചോദ്യം വന്നേക്കുന്നത്. അതായത് ഞാൻ ഒരിക്കലും ഇതൊരു നാച്ചുറൽ എയർ ക്രാഷാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ പല കാരണങ്ങളുണ്ട്. കാരണം ഇസ്രായേൽ കൊടുത്ത ഒരു വാണിങ്, കാരണം അവരുടെ ആൾക്കാരെ അവിടെ കയറി കൊല്ലുവാൻ വേണ്ടി ഈ പ്രോക്സീസിനും ഹമാസിനും ആയുധങ്ങൾ കൊടുത്തു. രണ്ടാമത് ഇസ്രായേലിൻ്റെ ടെറൈനിലോട്ട് ഇവർ വെപ്പൺസ് അയച്ചു. ഉറപ്പായിട്ടും ഇത് ഇസ്രായേൽ റിട്ടാലിയേഷൻ ചെയ്യും. അത് അസർബൈജാൻ എന്ന് പറഞ്ഞ സ്ഥലം ഉപയോഗിച്ചു. അപ്പോൾ അസർബൈജാനും ഇറാനും തമ്മിൽ ഈ പറയുന്ന പോലെ നല്ല ഡിപ്ലോമസിയുള്ള രാജ്യമൊന്നുമല്ല, കാരണം ബോർഡറാണ്. അപ്പം ഇതുമെല്ലാം ഘടകങ്ങളെല്ലാം മാറ്റർ ചെയ്യുമ്പോൾ ഇത് വെൽ പ്ലാൻഡ് എക്സിക്യൂഷനാകാനുള്ള വഴിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പല മീഡിയകളും അറിയാൻ സാധിക്കുന്നത് അങ്ങനൊന്നും ഇസ്രായേൽ എന്ന് പറയുന്ന മൊസാദ്, കാരണം ഒരു തീരുമാനമെടുത്തു, ഈ ഇബ്രാഹിം റൈസിയെ തട്ടണം എന്ന് തീരുമാനമെടുത്ത് തട്ടും. അത് ഏത് വിധേനയും അവരത് തട്ടും. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാനുള്ള സാധ്യത പല എക്സ്പേർട്ടുകളും തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ്, ആലോചിച്ച് നോക്ക്, പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വെക്കേഷൻ നിർത്തലാക്കി തിരിച്ച് വൈറ്റ് ഹൗസിലോട്ട് വരുന്നു. കാരണം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതേപോലെ തന്നെ ഇറാനിൽ ഈ സംഭവത്തോടു കൂടി 50 ദിവസത്തിനുള്ളിൽ അവിടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് അതിൻ്റെ ചാർജ് കൊടുക്കും. കാരണം അവിടുത്തെ ക്രൈസിസ് എന്ന് പറയുന്നത് വളരെ ഡീപ്പാണ്. 2 ദിവസം മുമ്പാണ് ഇറാൻ്റെ പോലീസ് ചീഫിനെ വെടിവെച്ച് കൊല്ലുന്നത്. 7ഓളം ബുള്ളറ്റുകളാണ് കയറിയത്. ഇപ്പം ഇറാൻ്റെ അവിടെ ഇറാനി റിപ്പബ്ലിക് ഗാർഡ്സിനകത്ത് പ്രശ്നമുണ്ട്, അവിടുത്തെ ഡൊമസ്റ്റിക് ഇഷ്യൂ ഉണ്ട്. അതായത് ഇപ്പോഴത്തെ പ്രസിഡന്റ്, അതായത് കൊല്ലപ്പെട്ട പ്രസിഡന്റിന് എതിരെ അവിടെ ക്യാബിനറ്റിലുള്ളവരുടെ പ്രശ്നമുണ്ട്. ക്രൈസിസ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ അലി അയത്തുള്ള ഖൊമൈനി, അപ്പോൾ അയാൾക്ക് പ്രായം 85ആണ്. അയാളിപ്പം പുറത്തൊന്നും കാണാനേ ഇല്ല, കാരണം അദ്ദേഹം ബെഡ് റിഡൻ കണ്ടീഷനാണ്. അയാളാണ് അവരുടെ ആധ്യാത്മിക നേതാവ് എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് അവിടെ പ്രസിഡൻ്റൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ഇയാൾ കൊല്ലപ്പെട്ടതോടുകൂടി ഇത് പ്രശ്നം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇറാനെ അവിടുത്തെ പ്രൊട്ടസ്റ്റൊക്കെ നടത്തിയ ഗ്ലോബലായിട്ടുള്ള ഇറാനിയൻ ഡയസ്ഫോറ ഇയാളുടെ മരണം ആഘോഷിക്കുകയാണ്. ഈ 2 കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.